പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ലോകത്തിൽ പല കാര്യങ്ങളും നമുക്ക് പൈസ കൊടുത്ത് നേടിയെടുക്കുവാനായിട്ട് കഴിയും. അതിന് തത്തുല്യമായ മറുവില കൊടുത്തുകൊണ്ട്, അതിന് തത്തുല്യമായ നാണ്യം ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും വിലയേറിയ ചിലതിനെ നമുക്ക് പ്രാപിച്ചെടുക്കുവാനായിട്ട് കഴിയും, നമുക്ക് സ്വന്തമാക്കുവാനായിട്ട് കഴിയും. ഉദാഹരണമായി, ഒരു സെൻറ്റ് സ്ഥലം നമുക്ക് പൈസ കൊടുത്താൽ വാങ്ങുവാനായിട്ട് കഴിയും. കുറച്ച് സ്വർണം വാങ്ങണമെങ്കിൽ അതിനും തക്ക മൂല്യമുള്ള പണം കൊടുക്കുകയാണെങ്കിൽ, അതിൻ്റെ നാണയം കൊടുക്കുകയാണെങ്കിൽ അതും നമുക്ക് നമ്മുടെ സ്വന്തമാക്കി മാറ്റുവാനായിട്ട് കഴിയും. എന്നാൽ പൈസ കൊടുത്താലും നമുക്ക് ലഭ്യമാകാത്ത, നമ്മുടെ കറൻസിയേക്കാളും മൂല്യമേറിയ, അത്രത്തോളം വാല്യുബിളായിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഈ ഭൂമിയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. സമാധാനം നമുക്ക് പൈസ കൊടുത്താൽ കിട്ടുന്നതാണോ? കുടുംബത്തിനകത്തുള്ള സ്വസ്ഥത പൈസ കൊടുത്താൽ കിട്ടുന്നതാണോ? ജ്ഞാനം പൈസ കൊടുത്താൽ കിട്ടുന്നതാണോ? അറിവ് ഒരു പക്ഷേ പൈസ കൊടുത്ത് നമുക്ക് നേടിയെടുക്കുവാനായിട്ട് കഴിയും. നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അറിവ് നേടിയെടുക്കാം. പക്ഷേ ആ അറിവിനെ ഉപയോഗിക്കത്തക്ക വിധത്തിലുള്ള ദൈവികമായിട്ടുള്ള ജ്ഞാനം അതൊരിക്കലും പൈസ കൊടുത്തുകൊണ്ട് നമുക്ക് നേടിയെടുക്കുവാനായിട്ട് കഴിയുകയില്ല. അങ്ങനെ ഈ ലോകത്തിൽ പൈസയെക്കാളും മൂല്യമേറിയ നിരവധി കാര്യങ്ങൾ ഉള്ളതുപോലെ വേദപുസ്തകത്തിനകത്തും വേദപുസ്തകം ഏറ്റവും മൂല്യമേറിയതായിട്ട് കരുതുന്ന ചില കാര്യങ്ങളുണ്ട്. ഏറ്റവും മൂല്യമേറിയതായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ദൈവം തരുന്ന ചില ഗിഫ്റ്റുകൾ, ദൈവം തരുന്ന ചില റിസോഴ്സുകൾ, ദൈവം തരുന്ന ചില കാര്യങ്ങൾ അതൊരിക്കലും ഈ ലോകത്തിലെ പൈസ കൊണ്ട് നമുക്ക് നേടിയെടുക്കുവാനായിട്ട് കഴിയില്ല. അത് ദൈവം നമുക്ക് ദാനമായി തരുന്നതാണ്. അങ്ങനെ ദൈവത്തിങ്കൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന ചില അവകാശങ്ങൾ, ദൈവത്തിങ്കൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന ചില നന്മകൾ, ദൈവം നമ്മെ വിശ്വസ്തരെന്നെണ്ണി നമ്മെ ഭരമേൽപ്പിക്കുന്ന ചില ടാലന്തുകൾ, അത് കൈമോശം വരാതെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ദൗത്യമാണ്. ദൈവം നമ്മുടെ മധ്യത്തിൽ, നമ്മുടെ മുകളിൽ വച്ചിരിക്കുന്ന ഒരു ദൗത്യമാണ്, ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അതിനെ വളരെ ഭംഗിയായി പൂർത്തീകരിക്കുക എന്നുള്ളത് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ്. വേദപുസ്തകത്തിലുടനീളം അതിനുള്ള നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 1 രാജാക്കന്മാർ 21 അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അതിലെ ഒരു വചനം വായിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അതിൻ്റെ 3 വചനത്തിൽ ഇങ്ങനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുക. നാബോത്ത് ആഹാബിനോട്, ഞാൻ എൻ്റെ പിതാക്കന്മാരുടെ അവകാശം നിനക്ക് തരുവാൻ യഹോവ സംഗതി വരുത്തരുതേ എന്ന് പറഞ്ഞു. 2 പ്രധാനപ്പെട്ട വ്യക്തികളെ നാം അവിടെ കാണുകയാണ്. 1 നാബോത്ത്, 2 ആഹാബ്. നാബോത്തും ആഹാബും ആരൊക്കെയായിരുന്നു? ആദ്യമായിട്ട് ആഹാബിനെ നമുക്ക് പരിചയമുണ്ട്. ആഹാബ് ആരായിരുന്നു? ഇസ്രയേലിൻ്റെ രാജാവായിരുന്നു ആഹാബ്. ഇസ്രയേലിൻ്റെ രാജാവായിരുന്ന ആഹാബ് തൻ്റെ ജീവിതത്തിൽ ഉടനീളം ദൈവത്തെ കോപിപ്പിക്കുന്ന പ്രവൃത്തികളായിരുന്നു തൻ്റെ ജീവിതത്തിലൂടെ പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നത് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം മനസ്സിലാക്കുകയുണ്ടായി. ഈ ആഹാബ് പാർത്തിരുന്ന കൊട്ടാരത്തിനടുത്ത് നാബോത്തിന് ഒരു വസ്തു ഉണ്ടായിരുന്നതായിട്ട് ഈ വചനത്തിൽ നാം കാണുന്നു. അതിൻ്റെ 2 വചനത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു. ആഹാബ് നാബോത്തിനോട്, നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് ചീരത്തോട്ടമാക്കുവാൻ തരയണം. അത് എൻ്റെ അരമനയ്ക്ക് സമീപമല്ലോ. അതിനു പകരം ഞാൻ അതിനേക്കാൾ വിശേഷമായൊരു മുന്തിരിത്തോട്ടം നിനക്ക് തരാം. അല്ല, നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ അതിൻ്റെ വില നിനക്ക് പണമായിട്ട് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ആഹാബ് പാർക്കുന്ന കൊട്ടാരത്തിനടുത്തായിട്ട് നാബോത്തിന് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ആ മുന്തിരിത്തോട്ടം കണ്ടപ്പോൾ ആഹാബിന് ഒരു ആഗ്രഹമുണ്ടാവുകയാണ്. ആ ആഗ്രഹം ഇപ്രകാരമായിരുന്നു. ആ മുന്തിരിത്തോട്ടം തനിക്ക് സ്വന്തമാക്കുവാനായിട്ട് കഴിഞ്ഞാൽ, നാബോത്തിൻ്റെ ആ വസ്തുവക തനിക്ക് സ്വന്തമാക്കുവാനായിട്ട് കഴിഞ്ഞാൽ, ആ മുന്തിരിത്തോട്ടത്തെ തനിക്ക് നല്ലൊരു ചീരത്തോട്ടമാക്കി മാറ്റിയെടുക്കാം. അതിൻ്റെ ഇംഗ്ലീഷിൽ കാണുന്നു, അതിനൊരു വെജിറ്റബിൾ ഗാർഡനാക്കി തനിക്ക് മാറ്റാം. തൻ്റെ കൊട്ടാരത്തിന് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ലഭ്യമാകത്തക്ക വിധത്തിൽ അതിനൊരു ചീരത്തോട്ടമാക്കി മാറ്റുവാനായിട്ട് ആഹാബ് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ആഹാബ് നാബോത്തിൻ്റെ അടുക്കലേക്ക് ചെന്ന് പറയുകയാണ്, നാബോത്തെ, നിൻ്റെ ഈ മുന്തിരിത്തോട്ടം നീ എനിക്ക് തരാമെങ്കിൽ ഇതിനേക്കാളും ശ്രേഷ്ഠമായ മറ്റൊരു മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരാം. അല്ല, നിനക്ക് വേറൊരു മുന്തിരിത്തോട്ടമല്ല, നിനക്ക് ധനമാണ് ആവശ്യമെങ്കിൽ ഇതിനേക്കാളും വില വരുന്ന മൂല്യമേറിയ ധനം ഞാൻ നിനക്ക് തരാം. പക്ഷേ നിൻ്റെ മുന്തിരിത്തോട്ടം നീ എനിക്ക് തരയണമെന്ന് ആഹാബ് നാബോത്തിനോട് പറയുകയാണ്. എന്നാൽ നാബോത്ത് അതിന് വിസമ്മതിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുക. പ്രാരംഭമായി വായിച്ച വചനത്തിൽ നാം ശ്രദ്ധിച്ചു, നാബോത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വെറും ഒരു മുന്തിരിത്തോട്ടം മാത്രമല്ലായിരുന്നു.
വചനത്തിൽ നാം കാണുന്നു, അത് നാബോത്തിന് തൻ്റെ പിതാവിങ്കൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെട്ടു വന്ന തൻ്റെ പിതാവിൻ്റെ ഇൻഹെറിറ്റൻസ് ആയിട്ട് തനിക്ക് ലഭ്യമായ അവകാശമാണ്. പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ ഒരു കുടുംബത്തിലെ വസ്തുവകകൾ നിലനിർത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർത്തവ്യമായിരുന്നു. ആ കർത്തവ്യബോധ്യം തിരിച്ചറിഞ്ഞ നാബോത്ത് ആഹാബിനോട് പറയുകയാണ്, ഇല്ല, നീ എത്ര പൈസ തരാമെന്ന് പറഞ്ഞാലും ഈ മുന്തിരിത്തോട്ടം എനിക്ക് നിനക്ക് തരുവാനായിട്ട് കഴിയുകയില്ല. ഇതിനേക്കാളും നല്ലൊരു മുന്തിരിത്തോട്ടം നീ എനിക്ക് മറ്റൊരു ഭാഗത്ത് തരാമെന്ന് പറഞ്ഞാൽ പോലും ഞാനത് സ്വീകരിക്കുകയില്ല. കാരണം ഇതെന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മൂല്യമേറിയതാണ്. എൻ്റെ പിതാവിങ്കൽ നിന്ന് എനിക്ക് ലഭ്യമായ അവകാശമാണ്. ഇനി ഇത് തലമുറകൾ കൈമാറ്റം ചെയ്യപ്പെട്ട് തലമുറകളിലേക്ക് അനുഗ്രഹമായി നന്മയായി കടന്നു പോകേണ്ട ഈ വസ്തുവിനെ എനിക്ക് നിനക്ക് തരുവാനായിട്ട് കഴിയുകയില്ല എന്ന് ആഹാബ് എന്ന ഇസ്രായേലിൻ്റെ രാജാവിനോട് നാബോത്ത് പറയുകയാണ്. നാബോത്തിൻ്റെ ഈ മറുപടി കേട്ട ആഹാബിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു അരിശം തോന്നി. ആഹാബ് കോപിഷ്ഠനായി മാറ്റപ്പെട്ടു. ഈ സംഭവം അറിഞ്ഞ ആഹാബ് നിരാശനായിരിക്കുന്നത് കണ്ട, അല്ലെങ്കിൽ ആഹാബ് കോപത്തോടെ ഇരിക്കുന്നത് കണ്ട ആഹാബിൻ്റെ ഭാര്യയായ ഇസബേൽ ആഹാബിന് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ്. ഇസബേൽ ആഹാബിനെ ആശ്വസിപ്പിച്ചതിന് ശേഷം ആഹാബിനോട് ഇസബേൽ പറയുകയാണ്, എന്ത് വില കൊടുത്തും നാബോത്തിൻ്റെ ആ വസ്തുവക നാം കൈവശമാക്കുവാനായിട്ട് പോവുകയാണ്. അതിനുവേണ്ടി ഇസബേൽ എന്താണ് ചെയ്തതെന്നറിയാമോ? ഇസബേൽ ചെയ്തത് ഇപ്രകാരമായിരുന്നു. താൻ ഒരു കത്തെഴുതി നാബോത്ത് പാർക്കുന്ന ആ സ്ഥലത്തിലെ മൂപ്പന്മാരുടെ അടുക്കലേക്ക് ഈ കത്ത് കൊടുത്ത് അയക്കുകയാണ്. ആ കത്തിനകത്ത് താൻ വളരെ വിശദമായി ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു ഉപവാസം പ്രസിദ്ധമാക്കണം. ഉപവാസം പ്രസിദ്ധമാക്കി ഇരിക്കുന്ന ആ വേളയിൽ നാബോത്തിനെ നിങ്ങളുടെ മധ്യത്തിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ നാബോത്ത് നിങ്ങളുടെ മധ്യത്തിൽ ഇരിക്കുമ്പോൾ തന്നെ രണ്ടുപേർ അവരുടെ മധ്യത്തിൽ നാബോത്തിന് വിരോധമായി സംസാരിപ്പാനായിട്ട് എഴുന്നേൽക്കപ്പെടണം. ആ രണ്ടുപേർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ആ രണ്ടുപേർ നാബോത്ത് എന്നുള്ള നീതിമാനായ മനുഷ്യനെ പറ്റി, നാബോത്ത് എന്നുള്ള പിതാവിൻ്റെ അവകാശം സൂക്ഷിക്കുന്ന മനുഷ്യനെ പറ്റി, തൻ്റെ പിതാവിൻ്റെ അവകാശം നിലനിർത്തുവാൻ എന്ത് വില കൊടുക്കുവാനും തയ്യാറായ നാബോത്തിന് വിരോധമായി ഈ രണ്ട് കള്ളസാക്ഷികൾ, ഈ രണ്ട് അപവാദികൾ പറയുന്ന കാര്യം ഇപ്രകാരമാണ്: നാബോത്ത് ദൈവത്തിനും രാജാവിനും വിരോധമായി സംസാരിച്ചിരിക്കുന്നു. തൻ്റെ മനസ്സുകൊണ്ട് പോലും താൻ ചിന്തിക്കാത്തൊരു കാര്യം, താൻ ആകെ ചെയ്തത് താൻ ഏറ്റവും വിലയേറിയതായി കണ്ട, താൻ ഏറ്റവും മൂല്യമേറിയതായി കണ്ട, ദൈവം തനിക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും മൂല്യമേറിയ അവകാശത്തെ പിടിച്ചു വച്ചുകൊണ്ട് തൻ്റെ തല പോയാൽ പോലും അതിനെ വിട്ടുതരികയില്ലെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന നാബോത്തിനെ പറ്റി ഈ രണ്ട് അപവാദികൾ അപവാദം പറഞ്ഞു. അപവാദം പറഞ്ഞതിന് പ്രകാരം എന്ത് സംഭവിച്ചു? നാബോത്തിനെ ആ പട്ടണത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി ജനങ്ങൾ കല്ലെറിഞ്ഞു കൊന്നുകളഞ്ഞു. നോക്കുക, ഇസബേൽ പറഞ്ഞിരിക്കുന്ന ഈ ഐഡിയ, ഇസബേൽ കൊടുത്ത ഈ കത്തിൻ പ്രകാരം അവിടെ കാര്യങ്ങളെല്ലാം നടപ്പാക്കപ്പെട്ടു. നാബോത്ത് ചെയ്തത് സൂചിപ്പിച്ചതുപോലെ തൻ്റെ ഏറ്റവും മൂല്യമേറിയതിനെ താൻ സംരക്ഷിക്കുകയായിരുന്നു. തല പോയാലും താനത് വിട്ടുകൊടുക്കയില്ലെന്ന് താൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. അത് രാജാവായാലും എത്ര പദവിയുള്ള ഒരു മനുഷ്യനായാലും തൻ്റെ ജീവിതം തന്നെ അപകടത്തിലാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും നാബോത്ത് ഒരിക്കൽ പോലും തൻ്റെ ഏറ്റവും മൂല്യമേറിയതിനെ വിട്ടുകൊടുക്കുവാനായിട്ട് തയ്യാറായില്ല. എന്നാൽ ഏറ്റവും ഒടുവിൽ തൻ്റെ ജീവൻ എടുക്കപ്പെട്ടുവെങ്കിലും, തൻ്റെ ജീവൻ മരണത്തിലേക്ക് പോയെങ്കിലും തൊട്ടടുത്ത ഭാഗങ്ങളിൽ നാം കാണുന്നത് ദൈവത്തിനു വേണ്ടി, തൻ്റെ പിതാവിൻ്റെ അവകാശത്തിനു വേണ്ടി നിന്ന നാബോത്തിനു വേണ്ടി ദൈവം എഴുന്നേൽക്കുകയാണ്. 21-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ വളരെ വിശദമായി നമുക്ക് കാണാം, ദൈവം ഉടനെ തന്നെ ഏലിയാവിനെ ട്രിഗർ ചെയ്തുകൊണ്ട് ആഹാബിൻ്റെ അടുത്തേക്ക് അയച്ചു. ഏലിയാവ് ഉടൻ തന്നെ ആഹാബിനോട് വന്ന് ചില കാര്യങ്ങൾ പറയുന്നത് നമുക്ക് കാണാം. 21-ാമത്തെ അധ്യായത്തിൻ്റെ 19-ാമത്തെ വചനത്തിൽ നോക്കുക. നീ അവനോട്, നീ കൊല ചെയ്യുകയും കൈവശമാക്കുകയും ചെയ്തുവോ എന്ന് യഹോവ ചോദിക്കുന്നു. നായ്ക്കൾ നാബോത്തിൻ്റെ രക്തം നക്കിയ സ്ഥലത്ത് വച്ച് തന്നെ നിന്റെ രക്തവും നക്കിക്കളയുമെന്ന് യഹോവ കൽപ്പിക്കുന്നു എന്ന് നീ അവനോട് പറയുക. നാബോത്തിനെ പട്ടണത്തിൻ്റെ പുറത്തു കൊണ്ടുവന്ന് ജനങ്ങൾ കല്ലെറിഞ്ഞു കൊന്നുകളഞ്ഞുവെങ്കിൽ, കള്ള അപവാദങ്ങൾ പരത്തി നാബോത്ത് എന്നുള്ള നീതിമാനായ മനുഷ്യനെ ജനങ്ങൾ കല്ലെറിഞ്ഞു കൊല്ലുവാൻ ആഹാബും ഇസബേലും കാരണമായി മാറ്റപ്പെട്ടപ്പോൾ സ്വർഗം ചലിക്കുകയാണ്, ദൈവത്തിൻ്റെ കരങ്ങൾ ചലിക്കുകയാണ്, ദൈവത്തിൻ്റെ നാവ് ചലിക്കുവാനായിട്ട് തുടങ്ങുകയാണ്. ഏലിയാവിനെ ആഹാബിൻ്റെ അടുത്തേക്ക് അയച്ച് ആഹാബിനോട് ഏലിയാവിലൂടെ പറയപ്പെടുന്ന ദൂതിപ്രകാരമായിരുന്നു: നീ നീതിമാനായ നാബോത്തിൻ്റെ രക്തത്തിനോട് കളിച്ചുവെങ്കിൽ, നാബോത്തിൻ്റെ രക്തത്തെ വീഴ്ത്തി നാബോത്തിൻ്റെ രക്തം നായ്ക്കൾ
നക്കുമാറ് നീ അവനെ അവഹേളിച്ചുവെങ്കിൽ നിന്റെ അവസാനവും ഇതുപോലെ ആയിരിക്കുമെന്ന് പറഞ്ഞ് ആഹാബിനോട് ഏലിയാവ് ദൂത് പറയുന്ന കാഴ്ച നാം കാണുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മൂല്യമേറിയതായി ദൈവം തന്നിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടി ചലിക്കുന്ന ഒരു സ്വർഗമുണ്ട്. നാം ദൈവം പറയുന്ന വാക്കുകൾ കേട്ട് ദൈവം തരുന്ന ഉത്തരവാദിത്തങ്ങൾ എന്ത് വില കൊടുത്തും പൂർത്തീകരിക്കുവാനായിട്ട് ദൈവം വിലയേറിയത്, ഏറ്റവും ശ്രേഷ്ഠമേറിയത്, ഏറ്റവും നല്ല താലന്തുകൾ നാം വിശ്വസ്തരെന്നെണ്ണി നമ്മുടെ മേൽ ഭരമേൽപ്പിക്കുമ്പോൾ അതിനെ കാത്തു സൂക്ഷിക്കുവാനായിട്ട് നാം തയ്യാറാകുമ്പോൾ നമുക്ക് വേണ്ടി കരുതുന്ന, നമുക്ക് വേണ്ടി ചലിക്കുന്ന ഒരു ദൈവകരമുണ്ട്. വേദപുസ്തകത്തിൽ അങ്ങനെ ഏറ്റവും മൂല്യമേറിയതായിട്ട് പല കാര്യങ്ങളും നമുക്ക് കാണുവാനായിട്ട് കഴിയും. 1 പത്രോസ് 1 അധ്യായം 18 മുതൽ 19 വരെയുള്ള വചനങ്ങൾ നാം വായിക്കുമ്പോൾ, അഴിഞ്ഞു പോകുന്ന വെള്ളി, പൊന്ന് എന്നിവയെ കൊണ്ടല്ല, കറയും കളങ്കവുമില്ലാത്ത കുഞ്ഞാടായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ നിങ്ങളെ വീണ്ടെടുത്തത് എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. നമുക്ക് വേണ്ടി അവൈലബിൾ ആയിരിക്കുന്ന ഏറ്റവും വിലയേറിയ ഒരു കാര്യമാണ് യേശു കർത്താവിൻ്റെ രക്തം. കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന യേശുവിൻ്റെ രക്തം ഇന്നും ഏറ്റവും വിലയേറിയതാണ്. അഴിഞ്ഞു പോകുന്ന വെള്ളി, പൊന്ന് എന്നിവയെ കൊണ്ടല്ല ദൈവം നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ വീണ്ടെടുപ്പ് നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആയിരിക്കുന്നത് വളരെ ചീപ്പായിട്ടുള്ള ഒരു വസ്തുവിനെ കൊണ്ട് വെച്ചുകൊണ്ടല്ല. നമുക്ക് വേണ്ടി മറുവിലയായി നൽകപ്പെട്ടത് ഈ ലോകത്തിലെ ഏറ്റവും വിലയേറിയ യേശുവിൻ്റെ രക്തം കൊണ്ടാണ്. അത് നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആണ്. അതിനെ കൈവശമാക്കുവാൻ, യേശുവിൻ്റെ രക്തത്താൽ ലഭ്യമാകുന്ന വിടുതൽ കൈവശമാക്കുവാനായിട്ട് നാം ശ്രമിക്കുക. മാത്രമല്ല, മത്തായി സുവിശേഷം 13 അധ്യായം 44 വചനത്തിൽ സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം, അത് ഒരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. സ്വർഗരാജ്യം എന്നുള്ളത് ഒരു മിഥ്യയായിട്ടുള്ള ഒരു കാര്യമല്ല. ഈ മരണശേഷം നമ്മുടെ മുമ്പിൽ 2 വാതിലുകൾ തുറക്കപ്പെടും. 1 സ്വർഗരാജ്യത്തിലേക്കുള്ള വാതിലാണ്, 2 നരകത്തിലേക്കുള്ള വാതിലാണ്. ഇതിനെ രണ്ടിനെയും നിത്യത എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും. മരണശേഷമുള്ള നിത്യത, അനന്തമായ ഒരു ജീവിതം നാം എവിടെ ചെലവിടുവാനായിട്ട് ആഗ്രഹിക്കുന്നു? സ്വർഗരാജ്യത്തിലേക്ക് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നുവോ, അതോ നിത്യമായ നരകത്തിലേക്ക് വീഴ്ത്തപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നുവോ? എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, ഈ ലോകത്തിൽ നമുക്ക് നേടുവാനായിട്ട് കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള ഒന്നാണ് സ്വർഗരാജ്യത്തിലേക്കുള്ള വാതിലിലേക്ക് ഉള്ള പ്രവേശനം. ഇന്ന് പകലിലും അതിനുള്ള ഏക വാതിൽ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ യേശു കർത്താവ് മാത്രമാണ്. ഈ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട്, ഈ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട്, പാപങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച്, യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് യേശുവിനെ ഹൃദയത്തിൽ വഹിക്കുന്ന ഒരു ദൈവപൈതലിന് മാത്രമാണ് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള സ്വർഗരാജ്യം ലഭ്യമാകുന്നത്. ഈ സ്വർഗരാജ്യത്തിലേക്ക് താങ്കളെ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയാണ്. കടന്നു വരിക, യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരിക. മാത്രമല്ല, സദൃശ്യവാക്യങ്ങൾ 8 അധ്യായം 11 വചനം, ജ്ഞാനം മുത്തുകളേക്കാൾ നല്ലതാകുന്നു, മനോഹരമായതൊന്നും അതിന് തുല്യമാകുകയില്ല. സദൃശ്യവാക്യങ്ങളിൽ ശലോമോൻ ഞാൻ ഇപ്രകാരം പറയുകയാണ്, ഏറ്റവും വിലയേറിയ ജ്ഞാനം സമ്പാദിക്കുക. ജ്ഞാനത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ ദൈവത്തിങ്കിൽ നിന്ന് ലഭിച്ച ജ്ഞാനം അതൊരിക്കലും കൈമോശം വരാതെ. അപ്പോൾ തന്നെ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു, നിങ്ങളിൽ ആർക്കെങ്കിലും ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ അധികമായിട്ട് തരുവാനായിട്ട് കഴിയുന്ന ദൈവത്തോട് അപേക്ഷിക്കുക. ദൈവം നിങ്ങളെ ജ്ഞാനത്താൽ നിറയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മർക്കോസ് സുവിശേഷം 8 അധ്യായം 36 വചനം, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ ജീവനെ കളയുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം? സുഹൃത്തെ, നമ്മുടെ പ്രാണൻ, നമ്മുടെ ആത്മാവ് ഏറ്റവും വിലയേറിയതാണ്. ഈ ലോകത്തെക്കാളും വിലയേറിയ ഒരാത്മാവിനെ ദൈവം നമ്മുടെ ഉള്ളിൽ വച്ചിരിക്കുകയാണ്. അതിനെ നഷ്ടമാക്കാതെ അതിനെ കാത്തു സൂക്ഷിക്കുക. സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുവോളം, നമ്മുടെ പ്രാണനാഥനെ കാണുവോളം നമ്മുടെ ഉള്ളിൽ വച്ചിരിക്കുന്ന ആത്മാവിനെ ടേക്ക് കെയർ ചെയ്യുക, ആത്മാവിനെ വളർത്തുക. ഓരോ ദിവസവും നമ്മുടെ ആത്മാവ് വളരുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നമ്മുടെ ആത്മാവ് ചത്തുപോകുവാനായിട്ട് ഇടവരാതെ. മനുഷ്യൻ ഭക്ഷണം കഴിക്കാതെ 41 ദിവസത്തിലധികം ചിലവിടുകയാണെങ്കിൽ അവൻ മരിച്ചു പോകുമെന്ന് ശാസ്ത്രത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ആത്മാവിനെ ഓരോ ദിവസവും ഭക്ഷണം കൊടുത്ത് ദൈവവചനം, പ്രാർത്ഥന, ആരാധന, ആ വിധത്തിൽ ആത്മാവിനെ വളർത്തുന്ന എന്തൊക്കെയാണോ അതെല്ലാം ആത്മാവിനെ കൊടുത്ത് തൃപ്തിപ്പെടുത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഓരോ ദിവസവും നമ്മുടെ ആത്മാവ് വളരുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക.
119 സങ്കീർത്തനം അതിൻ്റെ 72 വചനം, 1000 പൊൻവെള്ളി നാണയത്തേക്കാൾ നിന്റെ വായിൽ നിന്നുള്ള ന്യായപ്രമാണം എനിക്ക് ഉത്തമം. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, 1000 പൊൻവെള്ളി നാണയത്തേക്കാൾ നിന്റെ വായിലുള്ള വചനം എനിക്ക് ഏറ്റവും ഉത്തമം. നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ഈ വചനം ഏറ്റവും ശ്രേഷ്ഠമേറിയതാണ്. അത് ദൈവത്തിൻ്റെ വായിലെ മൊഴികളാണ്. നമ്മെ വളർത്തുന്നതാണ്, നമ്മെ പരിപാലിക്കുന്നതാണ്, നമ്മെ പരിപോഷിപ്പിക്കുന്നതാണ്. ഇതിനെയൊക്കെ, ഈ പറഞ്ഞ ഏറ്റവും മൂല്യമേറിയ ചിലതിനെ, ദൈവം നമ്മുടെ മേൽ വച്ചിരിക്കുന്ന ഈ അവകാശങ്ങളെ നമുക്ക് അർഹതപ്പെട്ടതെന്നെണ്ണി, നമ്മെ വിലയേറിയതായി കണ്ടുകൊണ്ട്, നമ്മെ ശ്രേഷ്ഠരെന്നെണ്ണി, നമ്മെ വിശ്വസ്തരായി കണ്ടുകൊണ്ട് ദൈവം നമ്മുടെ മേൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും മൂല്യമേറിയ ഈ കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തോട് നമുക്ക് ചേർത്ത് പിടിക്കാം. ഒരിക്കൽ പോലും നമുക്ക് കൈമോശം വരാതെ. നോക്കൂ, നാബോത്ത് തൻ്റെ പിതാവിൻ്റെ അവകാശം ആഹാബ് രാജാവിന് മുൻപിൽ പോലും അടിയറ വയ്ക്കുവാൻ തയ്യാറാകാതെ തൻ്റെ പ്രാണൻ പോകുവോളം താൻ അതിനുവേണ്ടി ഉറച്ചു നിന്നുവെങ്കിൽ, നമ്മുടെ അരിമപ്രാണനായ യേശു കർത്താവ് തൻ്റെ ഏറ്റവും വിലയേറിയ രക്തം നമുക്ക് വേണ്ടി, പാപികളായിരുന്ന നമുക്ക് വേണ്ടി ഇറ്റിറ്റായി അവസാന തുള്ളി ചോര വരെ തന്നുകൊണ്ട് നമ്മെ ചേർത്ത് പിടിച്ചുവെങ്കിൽ, ഏറ്റവും വിലയേറിയതായി ദൈവം നമ്മളെ കണ്ടുവെങ്കിൽ, ഈ ദൈവത്തെ ഏറ്റവും വിലയേറിയതായി കണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഈ ദൈവത്തെ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ, ഈ ദൈവത്തിൻ്റെ കൂടെ തന്നെ യാത്ര ചെയ്യുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ അവകാശങ്ങളെല്ലാം പ്രാപിച്ച് സന്തോഷത്തോടെ, സമാധാനത്തോടെ, ദീർഘായുസ്സോടെ കർത്താവിനോടൊപ്പം ഒരുമിച്ച് യാത്ര ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.